എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് സ്റ്റിർ ഫ്രൈഡ് ഷ്രിമ്പും അതോടൊപ്പം ബ്രൗൺ റൈസുമാണ്. ഇവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് ഫ്രഷ് ഷ്രിമ്പാണ്. അത് ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പുറത്ത് ഒരു കറുത്ത ലൈനുണ്ട്. അതൊരു കത്തി കൊണ്ട് വരഞ്ഞാൽ അത് നമുക്ക് എളുപ്പത്തിൽ അത് എടുത്ത് കളയാവുന്നതാണ്. അതിനുശേഷം സോൾട്ടും വിനേഗറും ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ക്ലീനാക്കിയതിന് ശേഷം ഷ്രിമ്പ് ഒരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ നമ്മൾ ഇന്ന് എടുക്കുന്നത് തന്തൂരി ഷാൻ്റെ തന്തൂരി മസാലയാണ്. തന്തൂരി ചിക്കൻ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതോടൊപ്പം ചെറുനാരങ്ങ നീരും, ആവശ്യത്തിന് ഉപ്പ് ഒത്തിരി ആവരുത്. ഷ്രിമ്പിൽ പൊതുവെ ഉപ്പുള്ളതാണ്. അതൊരു പേസ്റ്റ് രൂപേണ ആക്കിയിട്ട് ഷ്രിമ്പ് നല്ലവണ്ണം കഴുകി വാരി വെള്ളമില്ലാതെ ഈ മിക്സറിലോട്ട് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം വയ്ക്കുക. നമ്മൾ ഇവിടെ പല കാലത്തിലുള്ള ക്യാപ്സിക്കമാണ് ഇതിലോട്ട് ഇടുന്നത്. അതോടൊപ്പം ഒരു അണിയനും സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പ് ഓരോന്ന് എടുത്ത് ഇടുക. അതിനുശേഷം അത് മറിച്ചും തിരിച്ചും ഇട്ട് ഫ്രൈ ചെയ്യേണ്ടതാണ്. ഷ്രിമ്പെല്ലാം ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ എണ്ണയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ പലതരത്തിലുള്ള ക്യാപ്സിക്കവും സവോളയും ഇട്ട് ഇളക്കുക. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി പതുക്കെ വാടി കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതായ ഷ്രിമ്പും ചേർത്ത് ഇളക്കി ആവശ്യത്തിന് വെജിറ്റബിൾ ചിലവർക്കെല്ലാം നല്ലവണ്ണം വേവണമായിരിക്കും. അപ്പോൾ അതിന് ആവശ്യത്തിന് വേവനുസരിച്ച് ഇളക്കി മാറ്റി വയ്ക്കുക. ഇവിടെ ബ്രൗൺ റൈസ് കുക്ക് ചെയ്യുന്നതിനായിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ബ്രൗൺ റൈസ് കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്യണം. അതിനുശേഷം 1.5 കപ്പ് വെള്ളവും 1 കപ്പ് അരിയും ചേർത്ത് വയ്ക്കുക. തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ച് അരമണിക്കൂർ വേവിക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. I hope you enjoyed that video. Like, share, and subscribe, and go check out our other videos. Bye!